ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രെയർ റൊട്ടീൻ, എൻ്റെ ഒരു പ്രെയർ റൊട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് മോർണിംഗ് പ്രെയർ റൊട്ടീനാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താണ് ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ഇരുന്നുകൊണ്ടൊക്കെയല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ കുറച്ച് നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു മോർണിംഗ് പ്രെയർ റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രെയർ റൊട്ടീൻസൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ചെയ്യുന്നതാണ്. അത് അവനവൻ്റെ വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഈശോയിലാണ് വിശ്വസിക്കുന്നത്, പക്ഷേ അമ്മയിലാണ് വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരുപാടൊന്നുമില്ല, ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് എന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ആ ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ഞാൻ എൻ്റെ ഒരു കാര്യം മീൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് രാവിലെ ഒരു 5:30-5:45 ആകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കും. അത് കഴിഞ്ഞിട്ട് ബെഡിലിരുന്നുകൊണ്ട് ഇങ്ങനെ കുരിശ് വരച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പ്രെയർ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം പിന്നത്തെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. അപ്പം ഡെയിലി ബ്രെഡ് കൂടുമ്പം എൻ്റെ അടുത്ത് നിയോഗം സമർപ്പിച്ച എല്ലാവരുടെ നിയോഗങ്ങളും പറഞ്ഞ് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കും. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് കൂടുതൽ ശ്രമിക്കാറുണ്ട്. മീൻസ് ഞാൻ പ്രെയർ ചെയ്യുന്നതിനേക്കാളും എന്താ പറയുക, എനിക്കിത് വേണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഞാൻ കൂടുതൽ ഈശോട്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബൈബിൾ എഴുതുന്നുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബൈബിൾ എഴുതുന്ന കാര്യം. അപ്പം ബൈബിൾ എഴുതുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ കൈ കഴിക്കുന്നു. ഓക്കെ, ബൈബിൾ എഴുതുന്നുണ്ട്. അതിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആക്ച്വലി ഈ വർഷം ഞാൻ എഴുതാനായിട്ട് തുടങ്ങിയതാണ്. കുറേ തടസ്സങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്കത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഒരു 1 മന്ത് ആകുന്നു ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൻസ് ബൈബിൾ എഴുതുന്നുണ്ട് ഇപ്പം. ബൈബിൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇത്രയും ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ഞാനത് പൊടി തട്ടി എടുത്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് എഴുതുന്നുണ്ട്. മോർണിംഗ് പ്രെയർ റൊട്ടീനിൽ രാവിലത്തെ കാര്യങ്ങൾ പറയണല്ലോ. അപ്പം ഇത് ഞാൻ വിചാരിച്ചു ഇപ്പം പറയണ്ട, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ബൈബിൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇന്നോ ഇന്നലെയോ എഴുതി തീർക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ നാളെ നാളത്തഞ്ഞോ എഴുതി തീർക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ മത്തായിയുടെ സുവിശേഷം, ഇതാണ് എൻ്റെ ബൈബിള്. അപ്പം ഇത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ പേഴ്സണൽ ബൈബിളാണിത്, അല്ലാതെ വീട്ടിൽ ബൈബിൾ വായിക്കുന്നത് വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം എഴുതി നിർത്തിയേക്കുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം തീർന്നു 11ലേക്ക് കടക്കാനായിട്ട് പോകുന്നു. ഞാൻ എഴുതിയതാണ് ഇത് മുഴുവനും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതിപ്പോ മത്തായിയുടെ സുവിശേഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, എഴുതി ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ. ബൈബിളിൽ എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അതുപോലെ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ ഇതിനകത്ത് എടുത്ത് വെക്കും, ചുളുങ്ങിയൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തേത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോ വൈകുന്നേരം എഴുതും. സമയം കിട്ടുന്നത് പോലെയൊക്കെ ഞാൻ ഇപ്പം എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബൈബിൾ എഴുത്തും എൻ്റെ മോർണിംഗ് പ്രെയർ റുട്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബൈബിൾ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു കേട്ടോ. കാരണം ഞങ്ങളിവിടെ രൂപതയിൽ ഓരോ ഇടവകയിലുള്ള ആൾക്കാർ, ഫൊറോന ഇടവക എല്ലാവരും, ഒരു രൂപതയിൽ ഉള്ള എല്ലാ ഇടവകയിലുള്ള ആൾക്കാരും
ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ ആൾക്കാരും ബൈബിൾ കൈയെഴുത്ത് മത്സരം പോലെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷം ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിപ്പോ ഓരോ കാറ്റഗറി ആയിട്ടാണ്. ഫാമിലി, പിന്നെന്താ കുട്ടികളുടെ കാറ്റഗറി, അമ്മമാരുടെ, അപ്പന്മാരുടെ, അങ്ങനെ അങ്ങനെ കാറ്റഗറി ബേസിസിലാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. അവരിങ്ങനെ ഒരു സുവിശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എഴുതണം. ബൈബിള് പോലെ എഴുതിയിട്ട് ബൈബിളിനകത്ത് എന്താണോ ഉള്ളത് അതുപോലെ എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അതായത് ആദ്യത്തെ 2 പ്രാവശ്യം ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടി. ഫസ്റ്റ് ഈ കഴിഞ്ഞ വർഷം എഴുതിയതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ദൈവവചനം എഴുതിയിട്ട് നമുക്കൊരു അംഗീകാരം അല്ലെങ്കിൽ നമുക്കതിലൊരു പാട്ടാവാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയത് ഫാമിലി ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾ എഴുതിയത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മമ്മിയും അനീത്തിമാരും ഞങ്ങൾ എങ്ങനെയായിട്ടോ എഴുതിയത്. ഫാമിലി ആയിട്ട് എഴുതി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിട്ടോ. പിന്നെ ഇത് ശരിക്കും ബൈബിള് പോലെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് നമ്മൾ നമുക്ക് നോർമലി ബൈബിളിലുള്ള കവറ് എന്താ പറയുക എഴുതുന്നത് ബൈബിളിന്റെ പുറമെ ബൈബിളിൽ നിന്നുള്ള അതൊക്കെ എഴുതണം. കുറച്ചേ ഉള്ളെങ്കിലും അങ്ങനെ നമ്മൾ ബൈബിൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ സബ്മിറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോകുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്നും വീട്ടിലിരിപ്പുണ്ട്, എൻ്റെ വീട്ടിലിരിക്കുക അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതിയെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആവും എല്ലാവർക്കും. അപ്പം എന്താ പറയാ, നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായി. ഒത്തിരി എന്താ പറയാ, ഒത്തിരി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് ഞാനിങ്ങനെ ഷെയർ ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ വചനം പറയാനും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും. നിയോഗമൊക്കെ ഇങ്ങനെ അയച്ചു തരുമ്പം നിങ്ങൾ അയച്ചു തരുന്ന എല്ലാ നിയോഗങ്ങളിലും ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ ഓരോരോ കാരണങ്ങൾ, ഓരോരോ രീതികളുണ്ടല്ലോ. അപ്പം എന്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഈ പറഞ്ഞ എല്ലാ നിയോഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പം ഇല്ലാതെ പോകുന്നത്. ബാക്കിയെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം അത് എന്റെ സിറ്റുവേഷനുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോയത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ പറയാ, എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ നന്മ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കുറെയൊക്കെ സംസാരിക്കണം എന്നുണ്ട്, എന്താ സംസാരിക്കേണ്ടെന്ന് അറിയത്തില്ല. എനിവേ, നല്ല വീഡിയോസ് ഒക്കെ ഇട്ട് വരാം. എല്ലാവരും 1-2 റിക്വസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കൈ. കുറച്ച് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ ചെയ്യാമോ, വീഡിയോ ചെയ്യാമോ, ഈ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ചെയ്യാം. കാരണം അത് ഇരുന്ന് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നലെയാണോ മിനിങ്ങാന്നാണോ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ജപമാല ചൊല്ലുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ചെല്ലുന്ന രീതിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട രീതിയിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജപമാല ചെല്ലുന്നതിന്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കൂടുതൽ എങ്ങനെയാ വേണ്ടതെന്ന് ഒന്നുകൂടെ കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ഒരുപാട് തടസ്സങ്ങളിലൂടെയും ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ഞാനും നിങ്ങളും ഓരോരുത്തരും പോകുന്നത്. അപ്പം പൊതുവെ അപ്പോ അതൊക്കെ ദൈവത്തിന്റെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം പോലെയൊക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ശക്തമായിട്ട് പരസ്പരം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ചാ.